നീറ്റിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ജൂൺ 21 എന്ന് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ജൂൺ 21 തീയതിയാണ്. നമുക്കൊരു മാസത്തിന് മേളിൽ സമയമുണ്ട് പഠിക്കാനായിട്ടൊന്നും കൂടെ. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം വളരെ പോസിറ്റീവായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. NCERT ഫിസിക്സ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നന്നായി പഠിക്കുക. പണ്ടിങ്ങനെ റീനീറ്റ് വന്ന സമയത്ത് ഫിസിക്സ് ആയിരുന്നു കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വന്നിട്ടുള്ളത്. ഫിസിക്സിൻ്റെ NCERT ന്യൂമറിക്കൽ നന്നായി പഠിക്കുക. കെമിസ്ട്രി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇനോർഗാനിക് പോലെയുള്ള സബ്ജക്റ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നന്നായി ഡീറ്റെയിൽ ആയിട്ട് NCERT വായിച്ച് പഠിക്കുക. ബയോളജി നിങ്ങൾ പഠിച്ച പോലെ തന്നെ ബയോളജി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു റൗണ്ടും കൂടെ വായിക്കാം. ദെൻ ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ന്യൂമറിക്കൽ പ്രോബ്ലംസ് NCERT ബേസ് ചെയ്തിട്ടുള്ള നന്നായി ചെയ്ത് തന്നെ പഠിക്കാം. NCERT ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ്. അങ്ങനെ തന്നെ പഠിച്ചു പോവുക. നമ്മൾ ഒരുമിച്ച് ലൈവിൽ വരുന്നുണ്ട് ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട്. നമ്മളതിൻ്റെ പ്ലാനുമായിട്ടും ഒക്കെ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ ജൂൺ 21 വെച്ചുകൊണ്ട് തന്നെയുള്ള പ്ലാനും പ്രോപ്പർ സ്ട്രക്ചറും ക്ലാസ്സും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ കൂടെ നിന്ന് ഒരുമിച്ച് നമ്മളത് നേരിടും. അതിലൊരു സംശയവും വേണ്ട. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഞാനും എൻറ്റയർ സൈലോവും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ജൂൺ 21 അപ്പം നമുക്ക് തകർക്കണം.